നമുക്കിനി നോബിളിലേക്കൊന്ന് പോയി വരണം. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവയ്പിൽ രണ്ട് പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. ആ കേസിൽ ഗുജറാത്തിലെ ഭുജിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. നോബൽ ബാരിക്കാരൻ ചേരുന്നു. നോബൽ ബാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ രണ്ടു പ്രതികൾക്കും ഈ വെടിവെപ്പുമായിട്ടുള്ള ബന്ധം അത് പോലീസിനെ ബോധ്യപ്പെട്ടു എന്നാണ് കരുതുന്നത്. നേരത്തെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടായിരുന്നു. ഈ പിടികൂടിയവർ ആരൊക്കെയാണ്? അവർക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ? നേരത്തെ ഈ ബിഷ്ണോയി മാനിനെ വെടിവെച്ചതുമായി ബന്ധപ്പെട്ട് ഈ സൽമാൻ ഖാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണോ ഈ വെടിവെപ്പ് നടന്നത്? അങ്ങനെയാണോ പോലീസിന്റെ അനുമാനം? അരുൺ, രണ്ടുപേരെയാണ് സൽമാൻ ഖാന്റെ വസതിക്ക് നേരിടുന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിക്കി ഗുപ്ത ഒപ്പം സാഗർ പാൽ എന്നീ രണ്ടുപേരാണ്. ഇവർ സംഭവ അതായത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവർ മഹാരാഷ്ട്രയിൽ നേരെ ഗുജറാത്തിലെ ഭൂജിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച്, അതായത് മുംബൈ ക്രൈംബ്രാഞ്ച് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾ ഉള്ളത്. 4 റൗണ്ടായിരുന്നു അന്ന് ഈ സംഘം സൽമാൻ ഖാന്റെ ബാന്ദ്ര വെസ്റ്റിലെ വീടിന് നേരെ വെടിവെച്ചത്. പിന്നാലെയായിരുന്നു ഇവർ ഇവിടെ നിന്ന് പോയത്. പല വ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 2022 മുതൽ സൽമാൻ ഖാന് Y+ കാറ്റഗറി സുരക്ഷയാണ് നൽകുന്നത്. ആ സുരക്ഷ നൽകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോറൻസ് ഗ്യാങ്ങും അതോടൊപ്പം തന്നെ ഗോൾഡി ബാർ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽമാൻ ഖാൻ എതിരെ നേരത്തെ തന്നെ ഭീഷണികൾ നിലനിന്നു, വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാഹചര്യത്തിലായിരുന്നു അന്ന് Y+ സുരക്ഷ നൽകുകയും ചെയ്തത് 2022. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ പ്രതികളെ നടത്തും എന്നാണ് അറിയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ സംഘവുമായി, പ്രത്യേകിച്ച് ലോറൻസ് ബിഷ്ണോയി അടക്കമുള്ള ഗ്യാങ്ങുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇതൊരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ചിത്രത്തിലേക്ക് മുംബൈ പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കണ്ടത്. പ്രത്യേകിച്ച് ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി നേരിട്ട് സൽമാൻ ഖാനെ വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ തേടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഗുജറാത്തിൽ നിന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അരുൺ.